കിലോ ബീഫ്, അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടത്, ഒരു സബോള അരിഞ്ഞിട്ടത്, ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞിടുക. നമ്മൾ ഈ കറിക്കകത്ത് മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളക് ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഉപ്പും കൂടി ഇട്ട് 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി നമ്മൾ നന്നായിട്ട് ഞെരടി കുക്കർ ഒരു 4 വിസിൽ, ഓരോരുത്തർ കുക്കർ അനുസരിച്ച് 4 വിസിൽ അടിച്ചെടുക്കുക. വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വയ്ക്കുക. ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇത് ഫ്രോസൺ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഡീഫ്രോസ്റ്റായി കിട്ടും. ഫ്രൈഡ് റൈസിന് ആവശ്യമായുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ മിക്സഡ് വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രോസൺ ചിക്കൻ ഫില്ലറ്റ് അവൈലബിൾ ആണ്. അതാണ് ഞാൻ ഫ്രൈഡ് റൈസിനായിട്ട് യൂസ് ചെയ്യുന്നത്. പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഫ്രൈഡ് റൈസിന്, ചെറിയ എണ്ണ മതിയാകും. അതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 വെളുത്തുള്ളി ആഡ് ചെയ്യുക. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ മുട്ടയുടെ മേളിൽ എടുത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രോസൺ ഫില്ലറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ ബ്രസ്റ്റ് ഫില്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി കുക്ക്ഡാണ്. നമ്മൾ ജസ്റ്റ് അതും കൂടെ നന്നായിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് അതും സോട്ട് ചെയ്തെടുക്കുക. ഓൾറെഡി കുക്കായതുകൊണ്ട് നമുക്ക് അധികം സമയം അതും വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് അതിൻ്റെ ഒരു ഫ്രോസണിൽ നിന്ന് ഞാൻ ഡയറക്റ്റായിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രോസൺ ഫ്രീസ് ഒന്ന് മാറുന്ന ടൈം വരെ മതിയാവും നമുക്ക് ഇത് റെഡി ആവാനായിട്ട്. ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോയാ സോസ് ആഡ് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും ചൂടായിട്ടുള്ള ചോറ് ഫ്രൈഡ് റൈസിന് റെഡി ആകാൻ പാടില്ല. ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകും. അവിടെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ആയിരിക്കണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും. അതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യരുത്. കുറച്ച് ചോറിടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈഡ് റൈസ് എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രൈഡ് റൈസ് നല്ലതായിട്ട് വരും. സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് മേളിലോട്ട് ഇട്ടാൽ മതിയാവും. ഒരു തണ്ട് മല്ലിയില മാത്രം നമുക്കിതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ബീഫ് കറിയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ബീഫ് വെന്തിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്ത് നമുക്ക് കറിയാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 സബോള വാട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി കുരുമുളകും കൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറിക്ക് ഇച്ചിരി എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്.